ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. ഇന്ന് നേരത്തെയാണ്. എന്തെന്ന് വെച്ചാൽ നമ്മളെ ഫോണിന് ചാർജ് കുറവാണ്, 40% എന്തോ ഉള്ളൂ. രാവിലെ ഇവിടെ കറണ്ട് പോയതാണ്. ചാർജിന് വെക്കാനൊരു നിർവാഹവുമില്ല. കറണ്ടിന് എപ്പോഴും വരണമെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ എന്നാൽ ഞാൻ കരുതി നേരത്തെ വീഡിയോ ഇടാമെന്ന് കരുതി. ഞാൻ വന്ന സമയത്ത്, ജോലിയും കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം രാത്രി ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഇപ്പം നോക്കിയപ്പോൾ ഫോണിന് ചാർജ് ഇങ്ങനെ കുറഞ്ഞ് വരെയാണ്. എപ്പോഴാണ് സ്വിച്ച് ഓഫ് ആവണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാൽ ഞാൻ കരുതി എന്നാൽ എടുത്ത് വെച്ച വീഡിയോ നേരത്തെ ഇടാം. അങ്ങനെയാണ് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് വന്ന് ഇൻട്രോ എടുക്കുന്നത്. ക്ലിയറും ക്ലാരിറ്റിയും ഒന്നും കാണൂല. നമ്മളെ കോലങ്ങളൊക്കെ കണ്ടോ? അപ്പോൾ ചേച്ചി എന്നാൽ നിങ്ങളെല്ലാവരും വീഡിയോ കാണണേ. കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ മുഷിച്ചിലുണ്ടാക്കുന്നില്ല. ഇതിപ്പോൾ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല. കറണ്ടിനെ വിശ്വസിക്കാൻ പറ്റില്ല. മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും കറണ്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആയാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഇടക്കം നടക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ വീഡിയോ ഇടുക എന്ന് കരുതിയിട്ട് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ തന്നെയാണ്. എപ്പോൾ കുറേ ദിവസം കൊണ്ടേ നമ്മൾ കുഞ്ഞു വീഡിയോ തന്നെയാണ് ഇടുന്നത് കേട്ടോ. 10 മിനിറ്റും 15 മിനിറ്റും ഉള്ള വീഡിയോ ഒന്നും ഇടുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോവും. അതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റ് 7 മിനിറ്റിനകത്ത് ഒരു 8 മിനിറ്റിനകത്തൊക്കെ നിൽക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. ഇതിപ്പോൾ എത്ര മിനിറ്റാണെന്ന് ഇനിയിപ്പം എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് നോക്കുമ്പോഴേ എത്ര മിനിറ്റുള്ള വീഡിയോ ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ചേച്ചി കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ വീട്ടിൽ അതിഥികളെ കണ്ടോ? എവിടെ നിന്നെങ്കിലുമൊക്കെ ഉള്ളത് ഇവിടെ വരും. മഴ പെയ്ത് തകർത്ത് ഇപ്പം ഇത്തിരി അങ്ങനെ തോർന്ന് നിൽക്കണേ. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ജോലി സ്ഥലത്ത് നിന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര മഴയെന്ന് പറഞ്ഞു. മഴയല്ല, നമ്മളവിടെയും രാവിലെയും ഞാൻ ജോലിക്ക് പോകാൻ 6:30 ഇറങ്ങുമ്പോഴേ മഴ തന്നെയായിരുന്നു. നമ്മളവിടെ ജോലി സ്ഥലത്തൊന്നും കാറ്റൊന്നുമില്ലായിരുന്നു. ഇവിടെ ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ തെറ്റിയുണ്ടല്ലോ, ഈ തെറ്റിയെല്ലാം മറിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഞാനൊരു കുഞ്ഞ് കയറെടുത്ത് കെട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നല്ല വലിച്ച് കെട്ടിയിട്ടില്ല. വലിച്ച് കെട്ടിയ ചെമ്പരത്തി മറിയും. അതുകൊണ്ടൊന്ന് ചെറുതായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. മഴയും കാറ്റും കച്ചറയും കുറേയൊക്കെ ഞാൻ അവിടെ തൂത്തൊതുക്കിയിട്ടുണ്ട്. നമ്മളെ തോട് കാണിച്ചു തരാം. തോടിലും റോഡും ഒക്കെ വെള്ളമാണ്. പൊതുവേ മഴ വന്നാൽ അങ്ങനെയാണ്. എൻ്റെ ഫോൺ തറയിൽ വീഴുമെന്തോ സുഹൃത്തുക്കളെ. വെള്ളത്തിൽ വീണ എൻ്റെ ഫോണിൻ്റെ കാര്യത്തിന് തീരുമാനമാവും. ഞാൻ മതിലിൻ്റെ അകത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല. റോഡൊക്കെ വെള്ളമാണ്. റോഡ് കാണിക്കണമെങ്കിൽ ഞാനിനി പുറത്തിറങ്ങണം. അപ്പോഴത്തേക്ക് വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ്. ഞാൻ മീൻ വാങ്ങിക്കൊണ്ട് വെച്ചേക്കണേ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി വെക്കണം. ഇന്ന് കറി വെക്കുന്നില്ല. കറി വെക്കാനായാലും കറണ്ടില്ല. കാറ്റ് വന്ന സമയത്ത് തന്നെ, കാറ്റും മഴയൊക്കെ വന്ന സമയത്ത് തന്നെ കറണ്ടും പോയെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും മീൻ കട്ട് ചെയ്ത് വെക്കാം. കുഞ്ഞു നവരയാണേ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ കാണിച്ച് തരാം നിങ്ങളെ. മീൻ കാണിച്ച് തരാവേ. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ടോ? 150 രൂപയാണ്. ഞാൻ ഒരു കൂറ് 100 രൂപയെന്ന് പറഞ്ഞ്. അപ്പോൾ അവരെ കയ്യിൽ തീർന്നില്ല ലാസ്റ്റ്. അപ്പോൾ ഞാൻ കേട്ട് 2 കൂറും കൂടെ നമ്മൾ 2 ഇതുണ്ടല്ലോ, ഒരു കൂറെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വടക്കോട്ടൊക്കെ ഉള്ളവർക്ക് മനസ്സിലാവുമെന്തോ. അപ്പോൾ അത് 2 കൂറും കൂടെ ഞാൻ 150 രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ച്. അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞ് വറുക്കാമെന്ന് കരുതിയ. ഇത് ഈ കുഞ്ഞു മീൻ വറുക്കാൻ നല്ല ടേസ്റ്റാണേ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. മീനെടുത്ത് തട്ടിയില്ല. അതിന് മുമ്പേ പൂച്ച
വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് മീനിൻ്റെ മണമൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി വെക്കാം. ഇന്ന് കറി വെക്കുന്നില്ല, നാളെ കറി വെക്കാം. നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളുണ്ടോ എന്തോന്നോ. ഞാനേ വയ്യെന്നും പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ നിർത്തിയൊക്കെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരിത് കാണും. അപ്പോൾ എന്നാൽ ചേച്ചി ഇതൊന്ന് വൃത്തിയാക്കട്ടെ. മീനൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വെട്ടം ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുമോ സുഹൃത്തുക്കളെ. നേരത്തെ ഫ്ലാഷ് അടിച്ച്, ഇപ്പം അത് ഫ്ലാഷും വരുന്നില്ല. അപ്പോൾ ഒരു 5-6 ഞാൻ ഇന്നത്തേക്ക് പൊരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തല കണ്ടോ, ഇതെനിക്ക് പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നാളെ എടുക്കാം. ഇവിടെ കറണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന് കറി വെക്കുകയായിരുന്നു. രാവിലെ മഴ പെയ്തപ്പോൾ കറണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ചേച്ചി വറുക്കാൻ പോണു. ചേച്ചിക്ക് വറുത്ത മീനില്ലെങ്കിൽ ചോറ് ഇറങ്ങത്തില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് വറുത്ത മീനോ ഉണക്കമീനോ മുട്ടയോ എന്തെങ്കിലും വേണം ചേച്ചിക്ക്. അത് നിർബന്ധമാണ്. ഇന്ന് മൊത്തം മഴ തന്നെ കേട്ടോ. ഇത്തിരി നേരം തോർന്നു നിന്ന് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യുക. ചോറ് കഴിച്ചുകൊണ്ടിരുന്നിട്ടാണേ പിന്നെ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഫോൺ എടുത്തോണ്ട് വന്ന് ഇന്നലത്തെ കൊഞ്ചപ്പൊടി, ഇന്നത്തെ മീൻ വറുത്തത്, ഇന്നലത്തെ അവിയൽ, ഇന്നലത്തെ കൊഞ്ച് കറി എല്ലാം ഇന്നലത്തെയാണ്. ചോറും ഇന്നലെ വെച്ചതാണ്. നമ്മളെ മീൻ വറുത്തത് മാത്രം ഇന്നത്തെ. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഒരു ദിവസം വെച്ചാണ് 2 ദിവസമായിട്ട് എടുക്കുന്നത്. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കൊന്ന് ഓർമ്മ വന്ന് പിന്നെ ഓടിപ്പോയി ഫോൺ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ കഴിച്ചുകൊണ്ടിരിക്കണേ. ചോറിൻ്റെ കറികളൊക്കെ കണ്ടല്ലോ, എല്ലാം ഇന്നലത്തതാണ്. മീൻ വറുത്തത് മാത്രം ഇന്നത്തത്. ഇന്ന് മീൻ വാങ്ങണ്ടായിരുന്നു. ചേട്ടനാണേ മീനൊക്കെ വാങ്ങുന്നത്. നാളെ വാങ്ങിയാൽ മതിയായിരുന്നു. അപ്പം ഞാനൊന്ന് ചന്തയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് മീൻ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇത് വറുക്കാമല്ലോ എന്ന് കരുതി വാങ്ങി. നോക്കിയപ്പോൾ സഹായമുണ്ട്. വെറുതെ ഒന്ന് വില പറഞ്ഞതാണ്. അപ്പോൾ അവർ തരുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വാങ്ങി. ചേച്ചി അത് ചോറ് കഴിക്കട്ടെ.